അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ രാവിലെ ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റിട്ടുള്ളത്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ നേരം വൈകാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലത്തെ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇന്നലെ കറണ്ട് പോവുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഉറക്കം ശരിയായിട്ടില്ല. ഭയങ്കര ചൂടല്ലേ, അപ്പൊ ഫാനും കൂടി ഇല്ലെങ്കിൽ പറയും വേണ്ട. പിന്നെ നമ്മുടെ കുട്ടീസൊക്കെ കറണ്ട് പോയ സമയത്ത് കൊതുകടി കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളവും മറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കൊതുവിനെ കൊല്ലാനൊക്കെ ഞാൻ വർഷക്ക് രാത്രി ഇരുന്നിട്ട് ഞങ്ങളുടെ ഉറക്കം കംപ്ലീറ്റ് തകിട് പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ എണീറ്റപ്പോൾ നേരം വൈകിട്ടുണ്ട് കേട്ടോ. അപ്പം എന്ത് ചെയ്യുന്നറിയാതെ ഇങ്ങനെ മേപ്പെട്ടൊക്കെ ഇരിക്കുകയാണ്. അതിന് നമ്മൾ അടുക്കളയിലേക്ക് വന്നു. ഉറക്കം തീരെ റെഡി ആയിട്ടില്ല കേട്ടോ, കണ്ണൊക്കെ വേദനയുണ്ട്. അപ്പൊ നമ്മുടെ എന്താ പറയാ ദോശമാവൊക്കെ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് അധികം ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ വൈകുന്നേരമൊക്കെ ദോശ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് മാവ് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് പുളിച്ചിട്ടൊക്കെ വരും മാവ്. എന്തായാലും സംഭവം സെറ്റ്. അപ്പൊ നമ്മൾ അയക്കുന്ന കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്, ഞണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഞണ്ട് കുക്ക് ചെയ്യാൻ പോണത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഞണ്ട് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ മാർക്കറ്റിൽ നിന്ന് നമ്മളെ അർഷാക്ക് വാങ്ങിക്കൊടുന്നത്. അതുകൊണ്ട് അത് ക്ലീൻ ചെയ്യണ ആ ഒരു പരിപാടി ഇല്ല കേട്ടോ. അപ്പൊ ദോശ നമ്മൾ കുറച്ച് ചൂടോടെ കഴിക്കാന്ന് കരുതിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് ഉണ്ടാക്കാന്ന് കരുതി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഞണ്ടിനെ ഒന്ന് സെറ്റാക്കി ചട്ടിയിലാക്കാന്ന് കരുതിയിട്ട് അപ്പൊ അതിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാണ്. അപ്പൊ ഞണ്ട് കഴിക്കാത്തവര് ഉണ്ടാവും കേട്ടോ. ഇതുവരെ ഞണ്ട് കഴിക്കാത്ത ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിലേ ഞണ്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്റെ വീട്ടിൽ എപ്പോഴും ഞണ്ട് വാങ്ങും. എന്റെ ഉപ്പാക്കും അനിയന്മാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ചെറുപ്പം മുതൽ കഴിച്ചുകൊണ്ട് ഞണ്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ നമ്മുടെ സയാനും ഇസും ഒക്കെ കഴിക്കും. വീട്ടിൽ പോകുമ്പോൾ അവിടെ വാങ്ങുമ്പോൾ അവിടെ നിന്ന് കഴിച്ച് ശീലമായിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്താ പറയാ സയാൻ പറഞ്ഞിട്ടാണ് ഞണ്ടൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്, ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് റെസിപ്പി എങ്ങനെയാന്ന് നോക്കാം. ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുമ്പോൾ കുറച്ച് ഇഞ്ചിയും കുറച്ച് അധികം വെളുത്തുള്ളി എടുക്കാം. വെളുത്തുള്ളിയുടെ തൊലി കളയാതെയാണ് ഞാൻ എടുത്ത് ചതച്ചിട്ടുള്ളത്. അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നും കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സിമ്മിലാണ് തീ ഇട്ടിട്ടുള്ളത്. ഒരുപാട് ഹൈ ഫ്ലെയിമിലാവുമ്പോൾ കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമ്മൾ ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ നമ്മുടെ വലിയ ഉള്ളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2 വലിയ സൈസ് വെല്ലുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ ചെറിയ ഉള്ളിയിൽ മാത്രം ചെയ്യാം. നമ്മളിപ്പോൾ അതും ചെറുള്ളി തോലിളഞ്ഞ സമയങ്ങളുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമുക്ക് വെല്ലുള്ളി എടുത്തതാണ്. ഇനി നമ്മളത് അത് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, മറ്റേ പൊടിയുപ്പിന്റെ പോലെയല്ല, കുറച്ചിട്ടാലും നന്നായിട്ട് ഉപ്പുണ്ടാവും. അപ്പൊ ഞാനിപ്പോൾ ചെറുതാണ് കേട്ടോ ഉപ്പ്. പിന്നെ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഉള്ളി വാടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ടൈം എടുത്തിട്ട് തന്നെ വാട്ടിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഉള്ളി നന്നായിട്ട് വാടി കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു സൈസ് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടുക. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ. അപ്പൊ എല്ലാം നമ്മുടെ ഒരു കണക്കിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇവിടെ 1 കിലോന് ഞണ്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അതിലുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കാം. കുറച്ച് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ ഇല്ലെങ്കിൽ ഒന്നായി എല്ലാം കൂടെ ഡ്രൈ ആയിട്ട് തോന്നും. കുറച്ച് ഓയിൽ അധികം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആവുന്ന ഒരു ഫീൽ കിട്ടും നമുക്ക്. ഇനി നമ്മൾ അതിന് ശേഷം നമ്മുടെ ഞണ്ട് എല്ലാം കൂടെ പെറുക്കി വാരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സംഭവം എന്താ പറയാ, ഞണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. പക്ഷെ ഇത് ഓൾറെഡി ക്ലീൻ ചെയ്ത് കൊടുന്നതുകൊണ്ട് നമ്മളത് കാണിച്ചില്ല. ഇനി ഇൻഷാല്ലാ ഞണ്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാന്ന് കൂടെ കാണാം. മറ്റുള്ള മീനൊക്കെ നേരാക്കുന്നതിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ഞണ്ടിനെ ഒന്ന് എല്ലാം കൂടെ മസാലയിലിട്ട് പെരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 5 മിനിറ്റിന് ശേഷം നമ്മൾ അടപ്പ് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പൊ എല്ലാം ഒന്ന് നമ്മുടെ ഞണ്ടിൽ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഞണ്ട് എന്താ പറയാ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ വെള്ളം കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഞണ്ട് കുക്കായി കഴിയുമ്പോഴത്തേക്കിനും ഒരു റെഡ് കളർ വരുവേ. ഞണ്ടിന്റെ കളർ മാറും കേട്ടോ. അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ സംഭവം സെറ്റായിട്ട് ഉണ്ടാവും. ഇനി നമ്മൾ അത് കുക്കാകുന്ന സമയത്ത് തന്നെ ഞാൻ ഇപ്പുറത്ത് നമ്മുടെ ഗ്യാസിൽ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം എല്ലാവരും കഴിക്കുന്ന സമയമായിട്ടുണ്ട്. നേരം വഴുകി ഉറങ്ങിയത് കൊണ്ട് എല്ലാവരുടെയും ഉറക്കം ഇഷ്ടം പോലെ നേരം ഉണ്ടാവും. അപ്പൊ ഏതാണ്ട് ഇപ്പൊ എണീക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഞാൻ ദോശയൊക്കെ ചുട്ട് വെക്കാണ്. അല്ലെങ്കിൽ പിന്നെ കഴിക്കുന്ന സമയത്ത് ചുട്ടാലും ഞാൻ അത് ചുട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കട്ടെ. അപ്പൊ എനിക്ക് കഴിക്കാൻ പറ്റൂല. ഇപ്പം എന്താ പറയാ, ഈ സമയത്തും എനിക്ക് വേഗം ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. നേരം വഴുകുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. അപ്പൊ നമ്മുടെ ഇടക്കിടക്ക് നമ്മുടെ ഞണ്ടിനെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ എന്താ പറയാ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ദോശയും കൂടെ ചുട്ട് കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ തിരക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞണ്ട് റോസ്റ്റ് ആവുകൊണ്ട് തന്നെ ദോശ ഇങ്ങനെ മുക്കി കഴിക്കാനും പുരട്ടി കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ തലേദിവസത്തെ സാമ്പാർ ഉണ്ട് കേട്ടോ, അതും കൂടെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഞണ്ട് റോസ്റ്റ്, ദോശ, സാമ്പാർ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സയാന് ആദ്യം തന്നെ ഒറ്റക്ക് എടുത്ത് കഴിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. കാരണം നമ്മളൊരു ഹെയർ ഓയിൽ, ഒരു പൗഡർ, ഒരു കൺമഷി, ഒരു ഐലൈനർ, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളിത് ഡ്രസ്സ് ചെയ്തിട്ട് എന്താ പറയാ, ഒരു ചെറിയൊരു മേക്കപ്പ് കേട്ടോ. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫെയർ ഓയിൽ വെക്കും, പിന്നെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കും. അതിന്റെ ഇടയിൽ ലിസോ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓനെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് ഭയങ്കര പണിയാണ്. പൗഡർ കൂട്ടിക്കളയും, നമ്മുടെ ഫെയർ ഓയിലൊക്കെ ഇങ്ങനെ പീച്ച് കളയും. പിന്നെ ഐലൈനറിന്റെ ബോട്ടിലൊക്കെ തുറന്ന് പുതിയ ഡ്രസ്സൊക്കെയാണ് ഇട്ടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ച് തേക്കൂട്ടോ. ഇതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പൊ അവിടെ അടുത്ത് ഐലൈനർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും ഇല്ലാന്ന് മെയിൻറ്റിട്ടില്ല. പക്ഷെ വേറൊരു കാര്യം ചെയ്തു, ഒരു മാല ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ കെട്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കെട്ട് നിവർത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇടങ്ങാറായി. അപ്പൊ നമ്മുടെ മേക്കപ്പ് ഇട്ടോ. അപ്പൊ നമ്മള് എന്താ പറയാ, ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെ ഐ ഷാഡോ ഇട്ട് കൊടുത്തു. കുറച്ച് ലിപ്സ്റ്റിക് അവിടെ ഇവിടെ വെച്ച് തേച്ച് കൊടുത്തു. വെറുതെ സമയം കളിയാണ് കേട്ടോ. കുറച്ച് ചെയ്യുന്നതൊക്കെ പോവും. പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു ലുക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിട്ടോ. മറ്റോ അവിടെ പൗഡർ ഇട്ടിട്ട് എന്തൊക്കെ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ചെറുക്കിന് അട്ടായിന്ന് തോന്നുന്നു. എന്തൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യണ്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് പൈപ്പ് തുറന്നിട്ട് കേട്ടോ. ഞാനിങ്ങനെ പറയുന്നുണ്ട്, എന്നാലും ഓൻ്റെ ഇഷ്ടത്തിന് ഓരോന്നും ഇങ്ങനെ ചെയ്യാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഐലൈനറും കൂടെ എഴുതാണ്. നമ്മൾ ഐടെക്സിന്റെ ഐലൈനർ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെയർ ലവ്ലി, പിന്നെ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ പൗഡർ, ഇതൊക്കെയാണ് യൂസ് ചെയ്യണത്. പിന്നെ എന്താ പറയാ, ലിപ്സ്റ്റിക്ക് ഞാൻ നമ്മുടെ ഇവിടുത്തെ സാധാ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മാല ചെക്കൻ കെട്ട് പിണക്കിയതൊന്ന് നിവർത്തിയെടുക്കാനാണ് കുറെ നേരം സമയം എടുത്തിട്ടോ. നമ്മുടെ റോസ് ഗോൾഡിന്റെ ചെയിൻ ആയതുകൊണ്ട് കെട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർത്തിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. അങ്ങനെ നമ്മുടെ ഏകദേശം റെഡി ആവലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് തലേക്കൊന്നും കൂടെ തോർത്തിയിട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കിട്ടണം കേട്ടോ. അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഈ ഡ്രസ്സിന്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഒരു എന്താ പറയാ, നല്ല ഭംഗിയുള്ള ഒരു കളറ്. നമ്മുടെ നെക്കിലും അതേപോലെ തന്നെ സ്ലീവിലും വർക്ക് വരുന്നുണ്ട്, ഷോളിലും മൊത്തത്തിൽ വർക്ക് ഉണ്ട്, അതേപോലെ തന്നെ ടോപ്പിലുണ്ട്, ബോട്ടത്തിലും ഉണ്ട് കേട്ടോ വർക്ക്. മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സ്. ഓക്കെ, എന്താ പറയാ, അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ. എന്റെ ക്യാമറമാൻ ഇപ്പം സയാനാണ്, അല്ലെങ്കിൽ ഷിഫു ആണ് കേട്ടോ. കാക്കാന്റെ കുട്ടിയാണ് ഉണ്ടാവില്ല. ഇപ്പൊ ഷിഫൊക്കെ വിരുന്ന് പോയതുകൊണ്ട് സയാനാണ് കേട്ടോ. പക്ഷെ സയാൻ എടുത്താൽ നേരാവുന്നില്ല. എന്നാലും ആരും ഇല്ലാത്തപ്പോൾ നമുക്ക് അവന്റെ സഹായങ്ങൾ ആവശ്യമായിട്ട് വരും. അർഷാക്കുണ്ടെങ്കിൽ അർഷാക്കൊക്കെ എടുത്തിട്ടോ. അങ്ങനെ നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അർഷാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആള് പണിയുടെ ഇടയിലാണ് കല്യാണത്തിനൊക്കെ വരുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ വരാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു. അതിന് അർഷാക്ക് പാരി വന്നു. അങ്ങനെ ഞങ്ങൾ അതേ സ്പീഡിൽ തന്നെ തിരിച്ച് പാറാൻ പോവാണ്. കല്യാണം നടക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതിന് അർഷാക്ക് ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. ഭയങ്കര വെയിലാണ്. വെയിലടിച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് മേക്കപ്പ് ഒക്കെ പോയിട്ടോ. ഭയങ്കര ചൂട് കാരണം വെറുത്ത് ഇങ്ങനെ ഒരുക്കിയിരുന്നു. അങ്ങനെ നമ്മൾ ഷാളൊക്കെ തലയിലിട്ടിട്ടാണ് ഓഡിറ്റോറിയത്തിലെത്തിയത്. അപ്പൊ നമ്മുടെ റോയൽ ജബ്ശ്ശേരി തന്നെയുള്ള റോയൽ ഓഡിറ്റോറിയം ആണ് കേട്ടോ. നമ്മുടെ നാത്തുമാരെ കല്യാണങ്ങളൊക്കെ ഇവിടെയായിരുന്നു. നാത്തുമാരെന്ന് പറയുമ്പോൾ എളാപ്പാരെ കുട്ടികളോ. അപ്പം ഇവിടെ ആയിരുന്നു. പിന്നെ എന്താ പറയാ, ഒരുപാട് കല്യാണങ്ങൾ ഇവിടെ ആയിരുന്നു. അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. ചെക്കൻ്റെ പെണ്ണിന്റെ പേര് കാണാൻ പറ്റില്ല. അപ്പോഴേക്കും നർഷാക്കൻ്റെ ഫ്രണ്ട് കയറി നിന്നു കേട്ടോ. അങ്ങനെ അത് അകത്ത് കയറിയപ്പോൾ സ്റ്റേജിൽ കുട്ടികളുടെ പാട്ടുകളും ഡാൻസുകളും ഒക്കെ നടക്കണ്ടായിരുന്നു. അപ്പൊ കുറച്ചു നേരം അവിടെ വായി നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഫുഡ് കഴിക്കുന്ന നേരത്തെ നമ്മുടെ ഫാമിലി മാത്രം ഒരു സെക്ഷനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ അവരുടെ ഇടയിൽ കയറി ഇരിക്കാന്ന് എഴുതിയിട്ട് ഞാൻ ഹർഷാക്ക് ഓരോ കൂട്ടത്തിൽ തന്നെ ഇരുന്നു കേട്ടോ. നമ്മുടെ ഫാമിലി അങ്ങനെ കല്യാണത്തിന് പോകുമ്പോൾ ഒരു ഏരിയയിൽ ഒതുങ്ങാറുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, മട്ടൻ ബിരിയാണി, മട്ടൻ അല്ല കേട്ടോ, ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിച്ചു. ഞാൻ ചിക്കൻ ഇഷ്ടമായതുകൊണ്ട് ചിക്കൻ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും സ്റ്റേജിന്റെ അവിടെ തന്നെ വന്ന് ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും പാട്ടും ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. ഭയങ്കര ചൂടായിരുന്നു. അവിടെ AC ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ AC ഓണല്ല. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ വെള്ളമൊക്കെ കുടിച്ചു നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ബിരിയാണി ഒക്കെ തന്നാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പൊ അന്നത്തെ ദിവസത്തെ കാര്യം പറയണ്ട, പോയി കിടന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരും. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ.